മനസ്സിലാക്കേണ്ട കാര്യം ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്ത് ഒന്ന് ഇരുത്തി മനസ്സിലാക്കിയതിനു ശേഷം നമുക്ക് പ്രസി റൈറ്റിംഗ് എന്താണെന്നും അതിനകത്ത് എങ്ങനെയാണ് അപ്രോച്ച് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. അപ്പൊ നിങ്ങൾക്ക് നേരത്തെ നിങ്ങൾ പേപ്പേഴ്സ് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ, പ്രസി റൈറ്റിംഗ് നമ്മുടെ എക്സാമിന് 30 മാർക്സ് 30 മാർക്കിനാണ് വരുന്നത്. അപ്പൊ അതിന്റെ ഒരു വെയിറ്റേജ് നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണെന്നുള്ളത്. ഈ ഒരു പ്രസി റൈറ്റിംഗിലൂടെ നിങ്ങളുടെ ആർട്ടിക്കുലേഷൻ പവർ, അതായത് നിങ്ങൾക്കൊരു കാര്യം തന്നാൽ, നിങ്ങൾക്കൊരു പാസേജ് തന്നാൽ അതിനെ നിങ്ങൾക്ക് കാച്ചിക്കുറുക്കി കണ്ടൻസ് ചെയ്ത് കൺസൈസ് ചെയ്ത് എക്സാക്റ്റ് ആയിട്ട് അതിന്റെ അന്തസത്ത് ഒരു ഇച്ചിരി പോലും ചോർന്നു പോകാതെ കറക്റ്റ് ആയിട്ട് വലിപ്പിച്ചെടുക്കാൻ പറ്റുന്നുണ്ടോ? നിങ്ങളുടെ ആർട്ടിക്കുലേഷൻ പവർ, നിങ്ങൾക്ക് കാര്യം കൺവേ ചെയ്യാനുള്ള നിങ്ങളുടെ ഒരു സ്കില്ലാണ് ഈ പ്രസി റൈറ്റിംഗില് നമ്മള് ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ ഈ പ്രസി റൈറ്റിംഗില് ഒരു കൺഫ്യൂഷൻ വരും, ഈ പ്രസി റൈറ്റിംഗും സമ്മറി റൈറ്റിംഗും ഒന്നല്ലേ എന്ന്. പക്ഷെ വ്യത്യാസമുണ്ട്, ഒരു നേരിയ വ്യത്യാസമാണ്. സമ്മറി റൈറ്റിംഗ് പോലെ തന്നെയാണ് പ്രസി റൈറ്റിംഗ്, പക്ഷെ പൂർണ്ണമായിട്ട് ഒരു സമ്മറി റൈറ്റിംഗ് ആണോ എന്ന് ചോദിച്ചാൽ അല്ല, ചെറിയ വ്യത്യാസങ്ങളേ ഉള്ളു. ഇപ്പം ഉദാഹരണത്തിന് പ്രസി റൈറ്റിംഗില് ഒരു ഒരു എക്സാക്ട് വേർഡ്സിനുള്ളിൽ നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞിരിക്കണം. പക്ഷെ സമ്മറി റൈറ്റിംഗ് എടുക്കുവാണെങ്കിലോ അവിടെ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഫ്രീഡം എടുക്കാം. നിങ്ങൾക്ക് കാര്യങ്ങൾ കുറച്ചുകൂടി ഇങ്ങനെ വലിച്ചു നീട്ടി ഡ്രാഗ് ചെയ്ത് പറയാം, ബീറ്റിംഗ് അറൌണ്ട് ദ ബുഷ് ചെയ്യാൻ പറ്റും. പക്ഷേ പ്രസി റൈറ്റിംഗിൽ അത് പറ്റത്തില്ല. യു ഹാവ് ടു ബി എക്സാക്ട്, ഓർഡറിലായിരിക്കണം. പ്രസി റൈറ്റിംഗിന്റെ വേറെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാല് ഓർഡറിലായിരിക്കണം. നിങ്ങൾ പറയുന്ന കാര്യങ്ങള് നിങ്ങൾക്ക് തന്നിട്ടുള്ള പാസേജിൽ എന്ത് ഓർഡറിലാണോ, ലോജിക്കൽ ഓർഡറിലാണോ, അതേ ലോജിക്കൽ ഓർഡർ തന്നെ ആയിരിക്കണം നിങ്ങൾ അതിനെ കണ്ടൻസ് ചെയ്ത് എഴുതുമ്പോഴും. മറിച്ച് സമ്മറി റൈറ്റിംഗിലാണെങ്കിൽ വലിയ ഓർഡർ ഒന്നും നോക്കണ്ട, നമുക്ക് ആ ജനറൽ ഐഡിയ മാത്രം കൺവേ ചെയ്താൽ മതി. ഓക്കെ, പിന്നെ പ്രസി റൈറ്റിംഗ് സ്ട്രക്ചേർഡ് ആണ്, അൺലൈക്ക് സമ്മറി റൈറ്റിംഗ്. സമ്മറി റൈറ്റിംഗിൽ സ്ട്രക്ചർ നേരത്തെ പറഞ്ഞതുപോലെ ക്രോണോളജിയോ ലോജിക്കൽ ഓർഡറോ ഒന്നും ഫോളോ ചെയ്യേണ്ട കാര്യമില്ല. ഓക്കെ, അപ്പൊ ഇത്രയാണ് ജസ്റ്റ് ഒരു ബേസിക് ആയിട്ടുള്ള വ്യത്യാസം ബിറ്റ്വീൻ പ്രസി റൈറ്റിംഗ് ആൻഡ് സമ്മറി റൈറ്റിംഗ്. ഇനി ഞാൻ നിങ്ങൾക്ക് ഒരു PPT ഷെയർ ചെയ്യാൻ പോവാണ് പ്രസി റൈറ്റിംഗ് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാന്. സോ വൺസ് അഗെയിൻ ഒന്നുകൂടെ ഞാൻ റിപ്പീറ്റ് ചെയ്യാണ്, ഇത് 30 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് പ്രസി റൈറ്റിംഗ്. സോ അത്യാവശ്യം ലാംഗ്വേജ് കൈവശം ഉള്ളവരാണെങ്കിൽ മേക്ക് ഒപ്റ്റിമം യൂസ് ഓഫ് ദാറ്റ്, ഏറ്റവും ബെസ്റ്റ് യൂസ് ചെയ്യണം ലാംഗ്വേജിന്റെ. യെസ്, ഇപ്പൊ PPT വരും. ഓക്കെ, പ്രസി റൈറ്റിംഗ്, ഇവിടെ സ്പെല്ലിംഗ് പ്രസസ് എന്നാണ്, പക്ഷെ നമ്മൾ പറയുന്നത് പ്രസി എന്നാണ്, പോപ്പുലർ ആയിട്ട് പറയുന്നത് പ്രസി റൈറ്റിംഗ് എന്നാണ്. ഇനി പ്രസി റൈറ്റിംഗിൽ ശ്രദ്ധിക്കേണ്ട എന്തൊക്കെയാണ്, ഒരു പ്രസി റൈറ്റിംഗ് നമ്മൾ എഴുതുമ്പം ഏതെല്ലാം കാര്യങ്ങൾ നമ്മൾ വിട്ടു പോവാതെ ഉൾപ്പെടുത്തണമെന്നുള്ളതാണ്. അപ്പം ആദ്യത്തെ എന്ന് പറഞ്ഞാൽ ഈ പ്രസി റൈറ്റിംഗ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആർട്ട് ഓഫ് കംപ്രഷൻ ആണ്. കുറെ ഒരു വലിയ പാസേജ് തന്നേക്കും, അതിന്റെ അന്തസത്ത് ചോർന്നു പോകാതെ കാച്ചിക്കുറുക്കി അതേ കാര്യങ്ങള് അതിന്റെ അതേ ഇന്റൻസിറ്റിയില് ചെറിയ വെർഷനായിട്ട് എക്സാക്ട് നിങ്ങൾക്ക് എത്ര നമ്പർ ഓഫ് വേർഡ്സിലാണോ പറഞ്ഞിരിക്കുന്നത് അത്രയും നമ്പർ ഓഫ് വേർഡ്സിൽ പറഞ്ഞ് ഫലിപ്പിച്ചെടുപ്പിക്കണം. അതാണ്, ആ ഒരു കഴിവാണ് ഇവിടെ പ്രസി റൈറ്റിംഗിൽ നമ്മൾ നോക്കുന്നത്. അപ്പൊ ആർട്ട് ഓഫ് കംപ്രഷൻ ആണ് എക്സാക്ട് പോയിന്റ് എക്സ്ട്രാക്ഷൻ ആൻഡ് എക്സ്പ്രഷൻ. എക്സാക്ട് പോയിന്റ് എക്സ്ട്രാക്ഷൻ വേണം, അതായത് മെയിൻ ആയിട്ടുള്ള പോയിന്റ് നിങ്ങൾ വായിച്ചു നോക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഓക്കെ ഇതിനകത്ത് ഈ പാസേജിനകത്ത് ഇന്നത് വാലിഡ് ആയിട്ടുള്ള പോയിന്റ് ആണ്, അത് ഉൾപ്പെടുത്തിയില്ലെങ്കിൽ ആ പാസേജിന് അല്ലെങ്കിൽ ആ കണ്ടന്റിന് അർത്ഥമില്ല എന്ന് തോന്നുന്ന പോയിന്റ്സ് ആണ് മെയിൻ പോയിന്റ്സ്. അത് കറക്റ്റ് ആയിട്ട് എക്സ്ട്രാക്ട് ചെയ്തെടുക്കാനും അത് വീണ്ടും എക്സ്പ്രസ് ചെയ്യാനും. പിന്നെ സ്ട്രിക്റ്റ് വേർഡ് ലിമിറ്റ് ഉണ്ട്. സ്ട്രിക്റ്റ് വേർഡ് ലിമിറ്റ് ഉണ്ടെന്ന് പറയുമ്പം ഇപ്പൊ നിങ്ങളോട് പറയാണ് പ്രസി റൈറ്റിംഗ് 300 വേർഡ്സിലാണ് എഴുതേണ്ടതെന്ന് പറഞ്ഞാൽ 300ന്റെ അപ്പുറത്തോട്ട് ഒരു വേർഡ് പോലും താണ്ടരുത്, എക്സാക്ട് ആയിട്ട് നിർത്തണം, കഴിവതും നിർത്താൻ ശ്രമിക്കണം. പിന്നെ കൺസൈസ് ആയിരിക്കണം, ക്രിസ്പ് ആയിരിക്കണം കാര്യങ്ങള്. സമ്മറിയുടെ കൂട്ട് വലിച്ചു നീട്ടി ഒരേ പോയിന്റ് തന്നെ ഇങ്ങനെ കറങ്ങി പറയാൻ പാടില്ല. പറഞ്ഞു കഴിഞ്ഞു അടുത്ത പോയിന്റിലേക്ക് വരണം. പിന്നെ അതിന്റെ ഒറിജിനൽ ഓർഡർ, നമ്മുടെ
തന്നിരിക്കുന്ന പാസേജ്, നമുക്ക് തന്നിരിക്കുന്ന പാസേജ് ഏത് ഓർഡറിലാണോ ഓരോ കാര്യങ്ങൾ, ക്രോണോളജി ഓഫ് ഇവന്റ്സ്, ഒരു കാര്യം കഴിഞ്ഞിട്ട് മറ്റൊരു കാര്യം, അത് കഴിഞ്ഞിട്ട് വേറൊരു കാര്യം, അതേ ഓർഡറിൽ തന്നെ ആയിരിക്കണം, ഓൺ വേർഡ്സിലായിരിക്കണം. ഓൺ വേർഡ്സിലായിരിക്കണം എന്ന് പറഞ്ഞാല് ഇതിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാല് നിങ്ങൾക്ക് തന്നിരിക്കുന്ന പാസേജിനകത്തുനിന്ന് അതേ സെന്റൻസ് അല്ലെങ്കിൽ അതേ അസേർഷൻ, അതേ സ്റ്റേറ്റ്മെന്റ് അതുപോലെ എടുത്ത് നിങ്ങളുടെ പ്രസി റൈറ്റിംഗിൽ കോപ്പി ചെയ്യാൻ പാടില്ല. കോപ്പി പേസ്റ്റ് പ്രൊഹിബിറ്റഡ് ആണ്, അത് ചെയ്യാൻ പാടില്ല. പിന്നെ റെപ്പറ്റീഷൻ വരാൻ പാടില്ല. റെപ്പറ്റീഷൻ ഓഫ് സർട്ടൻ വേർഡ്സ് ലൈക്ക് ഹൗ എവർ, അക്കോർഡിംഗ് ടു, ഇതൊന്നും യൂസ് ചെയ്യാൻ പാടില്ല. പാടില്ല എന്നല്ല, റിപ്പീറ്റേഷൻ വരാൻ പാടില്ല. ഒരുപാട് പ്രാവശ്യം റിപ്പീറ്റേഷൻ വരാൻ പാടില്ല. പിന്നെ അതുപോലെ തന്നെ പേഴ്സണൽ ഒപ്പീനിയൻ, നിങ്ങളുടെ പേഴ്സണൽ ഒപ്പീനിയൻ അല്ലെങ്കിൽ നമ്മൾ പ്രസ്തി എഴുതുന്ന ഒരാളുടെ ഒപ്പീനിയൻ അല്ല അവിടെ രേഖപ്പെടുത്തേണ്ടത്. ഒരു പാസേജ് തന്നിട്ടുണ്ടെങ്കിൽ ആ എഴുതിയ ആളുടെ കാഴ്ചപ്പാടിലുള്ള കാര്യങ്ങളാണ്, അതെ ഓതേഴ്സ് പോയിന്റ് ഓഫ് വ്യൂ, ഓതേഴ്സ് പോയിന്റ് ഓഫ് വ്യൂലുള്ള കാര്യങ്ങൾ തന്നെയാണ് എഴുതേണ്ടത്. അതിന്റെ ഒറിജിനൽ ടോണും ഓർഡറും ഒന്നും കളയാൻ പാടില്ല. നമ്മൾ നമ്മളുടേതായിട്ടുള്ള റെസിപ്പീസ് ഒന്നും ഇടാൻ പാടില്ല. ഓക്കെ. പിന്നെ നേരത്തെ ഇപ്പൊ പറഞ്ഞതുപോലെ തന്നെ ഒറിജിനൽ ടോൺ ഓഫ് ദ ടെക്സ്റ്റ് മെയിൻറ്റെയിൻ ചെയ്യണം. ഒറിജിനൽ ടോൺ ഓഫ് ദ ടെക്സ്റ്റ്, ഇപ്പം ഫോർ എക്സാമ്പിൾ ഒരു പെർസ്വേസീവ് ആയിട്ടുള്ള ഒരു ഇതാണെങ്കിൽ, ഒരു പാസേജ് ആണെങ്കിൽ അത് അതുപോലെ തന്നെ ഇരിക്കണം. നിങ്ങൾ അത് ആർഗ്യുമെന്റേറ്റീവ് ആക്കരുത്. പിന്നെ സിമ്പിൾ ലാംഗ്വേജ് ആയിരിക്കണം. ഭയങ്കര വലിയ തരൂർ സ്റ്റൈൽ ലാംഗ്വേജോ അല്ലെങ്കിൽ ഭയങ്കര ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു വേർഡ്സോ ഒന്നും യൂസ് ചെയ്യാൻ പാടില്ല. സിമ്പിൾ ആയിരിക്കണം. വായിച്ചു നോക്കുന്ന ആൾക്ക് അത് ഒറ്റ വായന തന്നെ മനസ്സിലാക്കണം, കാര്യം കത്തണം. പിന്നെ ഇതിനെല്ലാം എഴുതുന്നതിന് മുന്നേ, ഒരു പ്രസ്തി റൈറ്റിംഗ് നിങ്ങൾ എഴുതാൻ തുടങ്ങുന്നതിന് മുൻപ് എന്താണ് വേണ്ടത്? ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ഒരു സൂട്ടബിൾ ആൻഡ് കാച്ചി ടൈറ്റിൽ. ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം, സൂട്ടബിൾ ആൻഡ് കാച്ചി ടൈറ്റിൽ. ആ പാസേജ്, നിങ്ങൾക്ക് തന്നിരിക്കുന്ന പാസേജിന് അനുയോജ്യമായ ഒരു ടൈറ്റിൽ തന്നെ ആയിരിക്കണം കൊടുക്കേണ്ടത്. അപ്പൊ ആ ടൈറ്റിലിനകത്തൊരു പ്രത്യേകതയുണ്ട്. അപ്പൊ നിങ്ങളുടെ ഇവാലുവേറ്റർ നിങ്ങളുടെ ടൈറ്റിൽ കണ്ട് നിങ്ങളെ വിലയിരുത്തും. നിങ്ങൾ കൊടുക്കുന്ന ഒരു സൂട്ടബിൾ ടൈറ്റിൽ ആണെങ്കിൽ, നിങ്ങൾക്ക് തന്നിരിക്കുന്ന പാസേജിന് അനുയോജ്യമായിട്ടൊരു സൂട്ടബിൾ ടൈറ്റിൽ ആണെങ്കിൽ പകുതി മാർക്ക് അപ്പോഴേ വീഴും. കാരണം ആ ടൈറ്റിലൂടെ നമുക്ക് മനസ്സിലാകും ദാറ്റ് ഈ കാൻഡിഡേറ്റിന് ഇതിന്റെ ഒരു അന്തസത്ത് മനസ്സിലായിട്ടുണ്ട്, ഈ പാസേജ് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലായിട്ടുണ്ട്. പിന്നെ കാച്ചി ആയിരിക്കണം. ഒരുപാട് വലിയ സെന്റൻസ് ഒന്നും ആയിരിക്കല്, വളരെ ക്രിസ്പ് ആയിട്ടുള്ള, വളരെ കൺസൈസ് ആയിട്ടുള്ള ഒരു ടൈറ്റിൽ ആയിരിക്കണം. അപ്പം ടൈറ്റിലിന് നല്ല ഇമ്പോർട്ടൻസ് കൊടുക്കണം. ടൈറ്റിലാണ് തുടക്കമേ ഇരിക്കുന്നത്. ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ എന്നാണല്ലോ. അപ്പം നല്ല കാച്ചി ആയിട്ടുള്ള സൂട്ടബിൾ ആയിട്ടുള്ള ടൈറ്റിലാണ് കൊടുക്കേണ്ടത്. പിന്നെ ഇത് എഴുതുമ്പം റിപ്പോർട്ട് റൈറ്റിംഗ് മോഡ് ആയിരിക്കണം. അതായത് നമ്മളിപ്പം ഒരു ഡയറക്റ്റ് സെന്റൻസ്, ഫോർ എക്സാമ്പിൾ രാം സെഡ് ഐ വാണ്ട് ടീ, ഡയറക്റ്റ് ഒരു സെന്റൻസ് ആണ്, ഒരാൾ പറഞ്ഞ കാര്യം അതേപോലെ. ആൻഡ് ഇൻഡയറക്റ്റിലേക്ക് വരുമ്പോ എന്താണ്? ഡയറക്റ്റ് ഇൻഡയറക്റ്റ് സ്പീച്ച് പഠിച്ചിട്ടുള്ളവർക്ക് അത് ഈസി ആയിട്ട് മനസ്സിലാകും. അപ്പൊ ഇൻഡയറക്റ്റിലേക്ക് വരുമ്പോ എന്താണ്? റാം സെഡ് ദാറ്റ് ഹി വാണ്ടഡ് ടീ, പാസ്റ്റ് ടെൻസ് അല്ലെ, അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള പാസ്റ്റ് ടെൻസ്. ഇപ്പൊ സിമ്പിൾ പാസ്റ്റ് തന്നെ, അല്ലെങ്കിൽ പാസ്റ്റ് പെർഫെക്റ്റോ അല്ലെങ്കിൽ പാസ്റ്റ് കണ്ടിന്യൂസോ തന്നെ ഫോളോ ചെയ്യണമെന്നല്ല, അനുയോജ്യമായിട്ടുള്ള പാസ്റ്റ് ടെൻസ് ആയിരിക്കണം. ഓക്കെ. ആൻഡ് അതായത് പറഞ്ഞതുപോലെ ടെൻസ് അപ്രോപ്രിയേറ്റ് പാസ്റ്റ് ടെൻസ് ആയിരിക്കണം. ഇപ്പൊ നമ്മളിപ്പോ ഒരു സിനിമ കാണുന്നു, അതിനെപ്പറ്റി നമ്മൾ റിപ്പോർട്ട് എഴുതത്തില്ലേ, ഒരു തേർഡ് പേഴ്സൺ പോയിന്റ് ഓഫ് വ്യൂവിലായിരിക്കണം എഴുതേണ്ടത്. ഒരിക്കലും നിങ്ങളുടെ ഒപ്പീനിയൻസ് പറയുന്നത് പോലോ അല്ലെങ്കിൽ നിങ്ങൾ കാണുന്നത് പോലോ, നിങ്ങൾ ആ പാസേജിലുള്ള ഇൻഫർമേഷൻസിനെ ഇന്റർപ്രറ്റ് ചെയ്യുന്നത് പോലോ അല്ലെങ്കിൽ വിലയിരുത്തുന്നത് പോലോ നിങ്ങൾ എഴുതരുത്. ഐ, മൈ, മൈൻ, മീ എന്നൊക്കെയുള്ള പ്രോനൗൺസ്, പേഴ്സണൽ പ്രോനൗൺസ് സ്ട്രിക്റ്റ് ആയിട്ടും അവോയ്ഡ് ചെയ്യണം. അപ്പൊ ഇത്രയാണ് പ്രസി റൈറ്റിംഗിന്റെ ഡൂസ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. പിന്നെ ഒരു പ്രസി റൈറ്റിംഗിനെ എങ്ങനെയാണ് നമ്മൾ അപ്രോച്ച് ചെയ്യുക?
നമ്മള് കൊച്ചിലേക്ക് സ്കൂളിലൊക്കെ പഠിച്ചിട്ടുണ്ടായിരിക്കുമല്ലോ, കോംപ്രിഹെൻഷൻ ക്വസ്റ്റ്യൻസ്. ക്വസ്റ്റ്യൻ തരും, അതിന്റെ ബേസിസിൽ കുറെ ക്വസ്റ്റ്യൻസ്, ഒരു പാസേജ് തന്നിട്ട് അതിന്റെ ബേസിസിൽ കുറെ ക്വസ്റ്റ്യൻസ് തരും. അത് തന്നെയാണ് ഇവിടെ. അപ്പം നമ്മൾ ഒരു പാസേജ് അപ്രോച്ച് ചെയ്യുമ്പം ഒരു റഫ് റീഡിങ്, തുടക്കത്തിൽ ഒരു റഫ് റീഡിങ് വേണം. ഒരു പെൻസിലോ അല്ലെങ്കിൽ പേനയോ എന്തെങ്കിലും കയ്യിൽ ഇങ്ങനെ സജ്ജമായിട്ട് വെച്ചേക്കണം. ആൻഡ് അഗെയിൻ റഫ് റീഡിങ് കഴിഞ്ഞിട്ട് നിങ്ങൾ ഒന്നൊന്ന് ഉപായത്തിൽ ഇങ്ങനെ നോക്കി ഒരു പെറിഫറൽ റീഡിങ് നടത്തിയതിനു ശേഷം നെക്സ്റ്റ് നല്ലോണം ഇരുത്തി വായിക്കണം. ആ തന്നിരിക്കുന്ന പാസേജ് ഇരുത്തി വായിക്കണം. അത് എത്ര വട്ടം? 2 വട്ടമെങ്കിലും അറ്റ്ലീസ്റ്റ് വായിച്ചിരിക്കണം. അറ്റ്ലീസ്റ്റ് 2 വട്ടം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ആ വായനയിൽ നിങ്ങൾ കീൻ റീഡിങ് നടത്തുമ്പോ അണ്ടർലൈൻ ചെയ്യണം. ഇമ്പോർട്ടന്റ് ആണെന്ന് നിങ്ങൾക്ക് തോന്നുന്ന കാര്യങ്ങൾ. ഇപ്പൊ ഓരോരുത്തർക്കും ഓരോ ഇന്റർപ്രിട്ടേഷൻ ആയിരിക്കുമല്ലോ. അപ്പം അതിനകത്ത് ഇമ്പോർട്ടന്റ് ആണെന്ന് തോന്നുന്ന പോയിന്റ്സ്, ആ പോയിന്റ് ഒഴിച്ചുകൂടാൻ പറ്റത്തില്ല ഈ പാസേജിൽ എന്ന് തോന്നുന്ന തരത്തിലുള്ള പോയിന്റ്സ് നിങ്ങൾ അണ്ടർലൈൻ ചെയ്ത് പോവണം. ഓൺ വേർഡ്സിൽ എവിടെങ്കിലും ഒന്ന് മാർക്ക് ചെയ്ത് സൈഡിൽ എങ്ങനെ ഒന്ന് എഴുതി വെക്കണം. പിന്നെ ഷോർട്ട് പോയിന്റ്സ് ആയിട്ട് വേണം എഴുതി വെക്കാൻ. ടൈമില്ല, മറന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ടിപ്സ് ആണ് ഇതൊക്കെ. അപ്പം ഒരു പ്രസി റൈറ്റിംഗ് നമ്മൾ ചെയ്യുമ്പോ ആദ്യം തന്നെ തന്നിരിക്കുന്ന പാസേജ് റഫായിട്ട് റീഡ് ചെയ്ത് നോക്കുക. അതിനുശേഷം നമ്മൾ ആക്ച്വലി കീൻ ആയിട്ട് റീഡ് ചെയ്യുക. അപ്പൊ ഈ 2 റീഡിങ്ങിലായിരിക്കണം നിങ്ങളുടെ മെയിൻ പോയിന്റ്സ് നിങ്ങൾ കളക്ട് ചെയ്യേണ്ടത്. ആൻഡ് പ്രസി റൈറ്റിംഗില് ഡൂസ് ഉള്ളതുപോലെ തന്നെ ഡോൺസും ഉണ്ട്. അതായത് ചെയ്യാൻ പാടില്ലാത്ത, നേരത്തെ ഞാൻ ചില പോയിന്റ്സ് ആയിട്ട് ഇൻക്ലൂഡ് ചെയ്ത് പറഞ്ഞിരുന്നു. ഇപ്പൊ ഞാനത് പ്രത്യേകിച്ച് എടുത്ത് പറയുകയാണ്. പ്രസി റൈറ്റിംഗിൽ ഒരിക്കലും ഒരു പോയിന്റിൽ തന്നെ അല്ലെങ്കിൽ ഒരു സിംഗിൾ ഐഡിയയിൽ തന്നെ കടിച്ചു തൂങ്ങി എക്സ്പ്ലനേഷൻ കൊടുക്കരുത്. അതിനെന്താണ് ഒരു കോൺസിക്വൻസ് എന്ന് വെച്ചാൽ സമയം പോകും. പിന്നെ നമ്മൾ മെയിൻ ആയിട്ടുള്ള പോയിന്റുകൾ ഒന്നും പറയത്തില്ല. ആ ഒരൊറ്റ പോയിന്റിനെ തന്നെ ഇങ്ങനെ വർണ്ണിച്ചുകൊണ്ടിരിക്കും. അത് മാത്രല്ല വേറെ പലതും ഉണ്ട് കൺവേ ചെയ്യാൻ. സോ ഒരു പോയിന്റിൽ തന്നെ സ്റ്റക്കായി നിൽക്കരുത്. പിന്നെ ഡോണ്ട് മിക്സ് യുവർ ഇന്റർപ്രിട്ടേഷൻ. നിങ്ങളുടെ കാഴ്ചപ്പാടല്ല എഴുതേണ്ടത്, നിങ്ങളുടെ വിചാരങ്ങൾ, അസംഷൻസ് അല്ല എഴുതേണ്ടത്, നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എന്നല്ല എഴുതേണ്ടത്, നിങ്ങളുടെ വിലയിരുത്തലുകൾ, ക്രിറ്റിസിസവും അല്ല എഴുതേണ്ടത്. ഓക്കെ, but don't ever use your interpretation, your criticism and your assumptions, and never use the personal pronouns I, me, mine. Okay, and do not copy text from original text. പാസേജിലുള്ള അതേ സ്റ്റേറ്റ്മെന്റോ സെന്റൻസോ അതേപടി എടുത്ത് കോപ്പി പേസ്റ്റ് ചെയ്യരുത്. അത് കോപ്പി ആയി പോകത്തില്ലേ? then you are not producing anything in your own words. പ്രസി റൈറ്റിംഗ് എന്ന് പറയുന്നത് തന്നെ തന്നിരിക്കുന്ന കാര്യങ്ങൾ നമ്മളുടേതായിട്ടുള്ള വേർഡ്സിൽ എന്നേ ഞാൻ പറഞ്ഞുള്ളൂ. നമ്മളുടേതായിട്ടുള്ള വേർഡ്സ്, നമ്മളുടേതായിട്ടുള്ള കാഴ്ചപ്പാടിലല്ല, നമ്മളുടേതായിട്ടുള്ള വേർഡ്സിൽ കാച്ചിക്കുറുക്കി എഴുതണം. ആൻഡ് ഡോണ്ട് ബ്രേക്ക് ദ ഫ്ലോ ഓഫ് ലോജിക്. സിമ്പിൾ ആണ്. അതിന്റെ ഒരു ക്രോണോളജിക്കൽ ഓർഡർ ബ്രേക്ക് ആവരുത്. പറയേണ്ട കാര്യങ്ങൾ പറയേണ്ട ടൈമിന് തന്നെ ആ ഓർഡറിൽ തന്നെ പറയണം. അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മിക്സ് ആക്കരുത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് പ്രസി റൈറ്റിംഗിൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്. അപ്പൊ മനസ്സിലായല്ലോ സമ്മറിയും പ്രസിയും തമ്മിൽ ചെറിയ തോതിലെങ്കിലും വ്യത്യാസം ഉണ്ടെന്ന്. ഓക്കെ, നമ്മൾ ഇനിയും കുറച്ച് പാസേജസ് ആണ് കാണാൻ പോകുന്നത്. ബേസിക്കലി ഇവിടെ 3 പാസേജസ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. കീനായിട്ട് വായിക്കാം. നമുക്ക് ഒരുമിച്ച് ഞാൻ വായിക്കാം, നിങ്ങൾ മനസ്സിൽ വായിച്ചാൽ മതി. അപ്പം ഇതൊരു കമ്പനിയുടെ ആനുവൽ റിപ്പോർട്ടിനെ പറ്റിയിട്ടുള്ള ഒരു പാസേജ് ആണ്. സോ ലെറ്റ്സ് ഫസ്റ്റ് റീഡ്. The annual directors of Greentech Industries Limited are pleased to present the 35th annual report. അപ്പൊ Greentech Industry Limited ആണ്. അപ്പൊ എന്താണ്? ഡയറക്ടേഴ്സ് ആണ്. ഏതിന്റെ? Greentech Industries Limitedന്റെ. എന്തിനെ ബേസ് ചെയ്തിട്ടാണ്? 35th ആനുവൽ റിപ്പോർട്ട്. ഇതൊക്കെ അണ്ടർലൈൻ ചെയ്ത് പോണം നിങ്ങളുടെ കീൻ റീഡിംഗിൽ ഇരുത്തി വായിക്കുന്ന സമയത്ത്.
along with the audited financial statements for the year ended March 31st, 2024. Despite global economic challenges and volatile commodity markets, and volatile commodity markets എന്ന് പറയുമ്പോൾ എന്താണ്, അങ്ങോട്ടും ഇങ്ങോട്ടും കയറിയും കുറഞ്ഞും ഒക്കെ ഇരിക്കും, ഒരിക്കലും സ്റ്റേബിൾ അല്ല. The company recorded significant growth. The company recorded significant growth. അപ്പം കഴിഞ്ഞ വർഷത്തിൽ നിന്ന് അടുത്ത വർഷത്തിലോട്ട് നല്ലൊരു മെച്ചമാണ് ഉണ്ടാവുന്നതെന്നാണ് ഇവിടെ അർത്ഥം വെക്കുന്നത്. The company recorded significant growth എന്നാണ് in clean energy operations and manufacturing. ഇപ്പൊ ഓപ്പറേഷൻസിലും മാനുഫാക്ചറിംഗിലും ഒരു കയറ്റം ഉണ്ടായി. In FY 2023 to 24, revenue from operations stood at rupees 84 lakhs 7,000. ഇത്രയും തന്നെ ഈ അക്കം 84,756.32 crore, up from 78,403.25 crore in FY 2022 to 23. അപ്പൊ ഇതിനകത്ത് നേരത്തെ ഉള്ള പാസേജിനകത്ത് പറഞ്ഞു കഴിഞ്ഞു, അതായത് കഴിഞ്ഞ വർഷത്തിനെക്കാട്ടിലും കൂടുതൽ ഒരു കയറ്റമാണ് ഉണ്ടായിരിക്കുന്ന, ഒരു ഇൻക്രീസ് ആണ് ഉണ്ടായിരിക്കുന്നത്. അപ്പം ടോട്ടൽ റവന്യൂ ഇപ്പൊ ഇവരുടെ മെച്ചങ്ങളെ പറ്റിയാണ്, ആ കമ്പനിയുടെ എന്താണ് പറയുന്നത്, അച്ചീവ്മെന്റ്സിനെ പറ്റിയാണ് പറയുന്നത്. അപ്പം ഇതൊക്കെ മാർക്ക് ചെയ്തോണം. വേരിയേഷൻ, ഡിഫറൻസ്. ടോട്ടൽ റവന്യൂ ടച്ച്ഡ് rupees 87,340.15 crore, an increase from rupees. അപ്പൊ പിന്നെയും ടോട്ടൽ റവന്യൂ കഴിഞ്ഞ വർഷത്തെ റവന്യൂവിനെക്കാട്ടിലും കൂടുതലാണ് എന്നാണ് പറയുന്നത്. ഫ്രം rupees 80,000 നിന്നും 87,000 കുതിച്ചു. കഴിഞ്ഞ വർഷം 80,000 ആയിരുന്നു, 80,000 ചില്ലറ ആയിരുന്നെങ്കിൽ ഈ വർഷം അത് 87,000 ചില്ലറയായി മാറി. The net profit, അടുത്തത് നെറ്റ് പ്രോഫിറ്റിനെ പറ്റിയാണ് പറയുന്നത്. അപ്പൊ നെറ്റ് പ്രോഫിറ്റ് അണ്ടർലൈൻ ചെയ്യാം, മെയിൻ പോയിന്റ്സ് ആണ് ഇതൊക്കെ. ആഫ്റ്റർ ടാക്സ് വാസ് എത്രയാണ്, rupees 9,457.80 crore, marking a 16% increase over the previous years rupees 8,147.63 crore. അപ്പൊ എന്തായാലും ഒരു ഇൻക്രീസ്, ഒരു പ്രോഫിറ്റിനെ പറ്റിയാണ് പറയുന്നത് എന്നുള്ള ഒരു ഐഡിയ കിട്ടിയല്ലോ. ദ കമ്പനി ആഡഡ്, നെക്സ്റ്റ് ആ കമ്പനിയുടെ അണ്ടർടേക്കിംഗ് ആണ്, ആ കമ്പനിയുടെ അടുത്ത പെർഫോമൻസ് ആണ്. ദ കമ്പനി ആഡഡ് 3,200 MW of renewable energy capacity, including 1,200 MW from solar and 1,000 MW from wind and 1,000 MW from hybrid sources. ഹൈബ്രിഡ് സോഴ്സസ് എന്ന് പറയുമ്പോൾ മൾട്ടിപ്പിൾ, വേറെ ഒരുപാട് സോഴ്സസിൽ നിന്നും. അപ്പൊ ഏതൊക്കെ സോഴ്സസ് ആണെന്ന് നോക്കണം, സോളാർ, വിൻഡ്, പിന്നെ ഹൈബ്രിഡ് സോഴ്സസ്. The total installed renewable capacity now stands, ഇതെല്ലാം കൂടെ ചേർത്ത് 20,450 MW, accounting for 48%. അപ്പൊ നോക്കണേ, 16% നിന്ന് 48% of the total capacity. The goal is to reach 30,000 MW by 2030. Okay. അപ്പം ഈ ഒരു പോർഷൻ നിങ്ങൾക്ക് ഒരൊറ്റ മിനിറ്റ് അല്ലെങ്കിൽ ഒരു 1.5 മിനിറ്റ് തരാം, പെട്ടെന്നൊന്ന് വായിച്ചു നോക്കുക. അപ്പൊ ഞാൻ ജസ്റ്റ് വായിച്ചു പോയിട്ട് കാര്യമില്ല, നിങ്ങളുടെയും കൂടെ എഫേർട്ട് വേണം. സോ പ്ലീസ്, ഇതൊരു പ്രാക്ടീസ് ആണ്. ഒരു പാരഗ്രാഫ് എങ്ങനെയാണ് വായിക്കേണ്ടത്, അപ്രോച്ച് ചെയ്യേണ്ടതെന്നുള്ള ബേസിസ് ഇപ്പോഴേ സെറ്റ് ചെയ്യുക.
2030-ക്കുള്ളിൽ 30,000 മെഗാവാട്ട് MW ആണ് അച്ചീവ് ചെയ്യാൻ അവർ ഉദ്ദേശിക്കുന്നത്. ഓരോ ലൈനും കീറി മുറിച്ച് തന്നെ വായിക്കണം. ഓക്കെ, ഒരു ക്വിക്ക് റീഡിംഗ് ചെയ്ത് കാണുമല്ലോ. ഞാൻ നെക്സ്റ്റ് അതിന്റെ ബാക്കി. അപ്പൊ ഞാൻ പറഞ്ഞു നമുക്കൊരു പാസേജ് തരും എന്ന് പറയുമ്പം അതൊരു വലിയ പാസേജ് ആയിരിക്കും. ആ തന്നിരിക്കുന്ന പാസേജിനെ മൂന്നിലൊന്നാക്കിയാണ് നമുക്ക് പ്രസി ആയിട്ട് എഴുതേണ്ടത്. അപ്പൊ അതിന്റെ ബാക്കി പോർഷൻ നോക്കാം. ആസ് എ പാർട്ട് ഓഫ് ഇറ്റ്സ് കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി CSR, ദ കമ്പനി ലോഞ്ച് ഗ്രീൻ വില്ലേജ് മിഷൻ. എന്തിന്റെ ഭാഗമായിട്ടാണ്? അവരുടെ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയുടെ ഭാഗമായിട്ട് the company green tech industry launched green village mission. appa green village mission ഒരു important ആയിട്ടുള്ള പോയിന്റ് ആണ്. targeting the electrification of 1,000 remote villages using off grid solar kits. അപ്പം 1000 റിമോട്ട് ദൂരപ്രദേശത്തുള്ള വില്ലേജസില് ഇലക്ട്രിസിറ്റി വൈദ്യുതി പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു മിഷനാണ് ഇത്. ബൈ മാർച്ച് 2024 743 വില്ലേജസ്. എത്രയാണ് അവരുടെ കപ്പാസിറ്റി? എത്രയായിരുന്നു? 743 വില്ലേജസ് ഹാഡ് ബീൻ ഇലക്ട്രിഫൈഡ്. വൈദ്യുതി ലഭിച്ചു. എത്ര വില്ലേജസിന്? എത്ര ഗ്രാമങ്ങൾക്ക്? 743. ഹൈലൈറ്റ് ചെയ്യുന്നൊക്കെ ഇമ്പോർട്ടന്റ് പോയിന്റ്സ് ആണ്. ഇൻ ലൈൻ വിത്ത് വാട്ടർ സ്റ്റുവാർഡ്ഷിപ്പ് ഗോൾസ്. ഇൻ ലൈൻ വിത്ത് എന്ന് പറഞ്ഞാല് അതിനനുബന്ധിച്ച്. ഇൻ ലൈൻ വിത്ത് വാട്ടർ stewardship goals, Greentech installed 45 water recycling units in its plants, saving over 32 million liters of water annually. Okay, ഇതൊക്കെ അവരുടെ അച്ചീവ്മെന്റ്സ് ആണ്. ആ കമ്പനിയുടെ മൈൽ സ്റ്റോൺസ് ആണ്. മൈൽ സ്റ്റോൺസ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. Then, to strengthen its innovation pipeline, the company invested rupees 2,305 crore in research and development, focusing on green hydrogen, energy storage, and smart grid solutions. Greentech remains committed to sustainable development, reducing carbon intensity and contributing actively to the government of India's renewable energy mission and the net zero by 2070 target. Okay, ഇപ്പൊ വളരെ ഒരു പ്രൗഡ് ആയിട്ടുള്ള ഒരു അണ്ടർടേക്കിംഗ് ആണിത്. സോ ഇതിനകത്തുള്ള പോസിറ്റീവ് കാര്യങ്ങൾ, അവരുടെ അച്ചീവ്മെന്റ്സ്, അതുകൊണ്ട് തന്നെ ഒന്നും ചോർന്നു പോകാതെ ടേണിംഗ് പോയിന്റ്സ് ആയിട്ടുള്ള എല്ലാ ഇവന്റ്സും നോട്ട് ചെയ്തോണം. നിങ്ങൾക്ക് തോന്നും ചിലപ്പോ ഈ നമ്പേഴ്സ് ഒന്നും വലിയ ആവശ്യമില്ല എന്നുള്ളത്. പക്ഷെ നോ, നമ്പേഴ്സ് ഓൾസോ അത് ഡേറ്റയാണ്. സോ അത് മിസ് ഔട്ട് ചെയ്യാൻ പാടില്ല. ഇപ്പൊ ഒരു മിനിറ്റ് തരാം, ഈ ഒരു പാസേജും കൂടെ ഒന്ന് വായിക്കുക. ഓക്കെ, അപ്പൊ ഇതും വായിച്ചു കഴിഞ്ഞെന്ന് വിശ്വസിക്കുന്നു. അപ്പം ഇത്രയും വലിയ പാസേജിനകത്ത് അടങ്ങുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സുകൾ മാത്രം പെറുക്കിയെടുത്തിട്ട് ഒരു പ്രസി റൈറ്റിംഗ് നമുക്ക് കാണാം. സോ ഇപ്പൊ ബേസ് ചെയ്തിട്ട് ഈ പ്രസി റൈറ്റിംഗ് ബേസ് ചെയ്തിട്ട് 2 സെക്ഷൻസിലായിരിക്കും. 20 മാർക്സിന്റെ ആക്ച്വൽ പ്രസി റൈറ്റിംഗും പിന്നെ ബാക്കി 10 മാർക്കിന്റെ ആൻസർ ദ ക്വസ്റ്റ്യൻസ്
ട്രൂ ഓർ ഫാൾസ്. ഓക്കെ, സോ ഇപ്പൊ നമ്മൾ നേരത്തെ കണ്ടു 2 സ്ലൈഡിൽ അടങ്ങുന്ന ഒരു പാസേജ് ആയിരുന്നു അല്ലെ, 2 സ്ലൈഡിൽ അടങ്ങുന്ന ഒരു കണ്ടന്റ് ആയിരുന്നു. അത് നമ്മൾ ഒരൊറ്റ സ്ലൈഡ് ആക്കി കണ്ടൻസ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ മനസ്സിലായിക്കോണം, ഒരു പാസേജ് തന്നിരിക്കുന്നതിന്റെ അല്ലെങ്കിൽ ഒരു കോണ്ടന്റ് തന്നിരിക്കുന്നതിന്റെ 1/3 ഭാഗമാക്കി ചുരുക്കണം, എന്നാൽ അതിന്റെ പറയേണ്ട പോയിന്റ്സ് ഒട്ടും ചോർന്നു പോകാത്ത തരത്തില്. അപ്പം ഇൻ FY 2023 to 24 ഗ്രീൻ ടെക് ഇൻഡസ്ട്രീസ് കാര്യത്തിലേക്ക് അങ്ങ് കടക്കുക. ഇവിടെ ടൈറ്റിൽ ഇല്ല, നിങ്ങൾ ടൈറ്റിൽ കൊടുക്കണം. നിങ്ങൾക്ക് സൂട്ടബിൾ ആണെന്ന് തോന്നുന്ന ടൈറ്റിൽ നിങ്ങൾ കൊടുത്തിരിക്കണം. ടൈറ്റിൽ വെച്ചിട്ടാണ്, ടൈറ്റിൽ എഴുതിയിട്ടാണ് നിങ്ങൾ മാറ്റർ എഴുതേണ്ടത്, നിങ്ങൾ ബോഡി ഓഫ് ദ കണ്ടന്റ് എഴുതേണ്ടത്. സോ വൺസ് അഗൈൻ, ഇൻ FY 2023 to 24 Green Tech Industries Limited showed remarkable growth despite economic challenges. ഗ്രോത്തിനെ പറ്റിയാണ് സംസാരിക്കുന്നത്, അപ്പൊ ഗ്രോത്തിലേക്ക് തന്നെ ഡയറക്റ്റ് വരിക. ഇൻട്രൊഡക്ഷന് വലിയ ഹൈപ്പ് ഒന്നും വേണ്ട, ടു ദ പോയിന്റ്. Now next, the company's total revenue rose to rupees 87,340.15 crore with a 16% increase in net profit, reaching rupees 9,457.880 crore. It added 3,200 MW അല്ലെങ്കിൽ megawatt of renewable energy, raising its green capacity, എന്തിന്റെ capacity, green capacity to 20,450 megawatts MW through the Green Village Mission. ഗ്രീൻ വില്ലേജ് മിഷന്റെ അടുത്തതെന്ന് പറഞ്ഞാൽ അവരുടെ അച്ചീവ്മെന്റ്, ഗ്രീൻ വില്ലേജ് മിഷൻ 743 റിമോട്ട് വില്ലേജസ്, അതൊരു അച്ചീവ്മെന്റ് അല്ലേ? 743 റിമോട്ട് വില്ലേജസിന് വൈദ്യുതി കൊടുക്കാൻ പറ്റുന്ന അച്ചീവ്മെന്റ് ആണ്. സോ ആ പോയിന്റ് റെലവെന്റ് ആണ്. 743 remote villages were electrified using solar kits. The company also saved 32 million liters of water by installing, അതൊരു അച്ചീവ്മെന്റ് ആണ്, വെള്ളം സേവ് ചെയ്യുക, by installing 45 water recycling units and R&D investment of rupees 2,305 crore focused on green hydrogen and smart grids. അവർ ചെയ്തിരിക്കുന്ന കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്, പറയേണ്ട കാര്യങ്ങൾ. Green Tech is committed to achieving 30,000 megawatt renewable capacity by 2030 and supporting India's net zero 2070 goal. ഇപ്പൊ കൺക്ലൂഷനും ഇൻട്രൊഡക്ഷനും ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നിങ്ങൾ ഒരു പാസേജ് വായിക്കുമ്പോൾ അതിന്റെ ഇൻട്രൊഡക്ഷനിലും കൺക്ലൂഷനിലും അറ്റ്മോസ്റ്റ് അറ്റൻഷൻ കൊടുക്കുക. കാരണം ആ ഇൻട്രൊഡക്ഷൻ തുടങ്ങുമ്പോഴാണ് മനസ്സിലാവുന്നത് നമ്മൾ ഏത് വെച്ച് സ്റ്റാർട്ട് ചെയ്യണം, എന്ത് പോയിന്റ് വെച്ചാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. പിന്നെ ആ പ്രസി നമ്മൾ അവസാനിപ്പിക്കുമ്പം ആ തന്നിരിക്കുന്ന പാസേജ്, നമുക്ക് തന്നിരിക്കുന്ന പാസേജിന്റെ ടോൺ എന്താണ്, അതിന്റെ കൺക്ലൂഷൻ എന്താണ്, അതും നോട്ട് ചെയ്യണം. അപ്പം ഒരു പ്രസി റൈറ്റിംഗ് എഴുതുമ്പോൾ പാസേജിന്റെ തുടക്കവും ഒടുക്കവും നല്ല രീതിയിൽ തന്നെ അനലൈസ് ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അപ്പൊ ആ തുടക്കത്തിലും ഒടുക്കത്തിലുമാണ് കാര്യം ഇരിക്കുന്നത്. അപ്പൊ അത് വായിക്കുമ്പം ഇവാലുവേറ്ററിന് മനസ്സിലാവും, ഓക്കെ ഈ കാൻഡിഡേറ്റിന് കാര്യം പിടികിട്ടിയിട്ടുണ്ടെന്ന്. സോ ഇനിയും അടുത്തതാണ് സെക്ഷൻ ബി. അപ്പൊ സെക്ഷൻ ബിയില് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പം ട്രൂ ഓർ ഫോൾസ് ആണ് പറയേണ്ടത്. അപ്പൊ കുറെ ക്വസ്റ്റ്യൻസ് ഇവിടെ തന്നിട്ടുണ്ട്, ഞാൻ നിങ്ങൾക്ക് ആൻസേഴ്സും കൂടെ കാണിച്ചു തരാം ഇവിടെ. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, the company's total revenue decreased in FY 2023 to 24 compared to FY 2022 to 23. അപ്പൊ അത് ഡിക്രീസ് ആവാണോ ചെയ്യുന്നത്? അത് ആ കമ്പനിയുടെ നേട്ടത്തെ പറ്റിയല്ലേ നമ്മൾ പറയുന്നത്, ആ കമ്പനി ഇങ്ങനെ കുതിച്ചുയരുന്ന ആ ഒരു കാര്യത്തിനെ പറ്റിയല്ലേ പറയുന്നത്. അപ്പൊ ഈ പറയുന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ഫോൾസ് ആണ്. ആൻസർ എന്താണ്? റവന്യൂ ഇൻക്രീസ്ഡ് ആണ്. റവന്യൂ ഇൻക്രീസ്ഡ് ഫ്രം rupees 80,521.98 crore
to rupees 87,340.15 crore. Data sahidam. Okay. Then, next question. Green Tech aims to have a renewable capacity of 30,000 megawatt by the year 2030. അതുള്ളതാ ആ ലാസ്റ്റ് സ്റ്റേറ്റ്മെന്റ്. അപ്പൊ അത് ട്രൂ ആണ്. So this target is clearly mentioned in the report. Now, third one. The Green Village Mission has already electrified more than 700 remote villages. Ano? Alla. 743 remote villages were electrified. So, third, see on the voice noka. The Green Village Mission has already electrified more than 700 remote villages. So yes, that is true. 700 alla, more than 700. From 743 എന്ന് പറയുമ്പോൾ more than 700 അല്ലേ? So definitely that statement is also true. Then question number D. The net profit of the company declined in FY 2023 to 24 compared to the previous year. ഒരിക്കലുമല്ല, കഴിഞ്ഞ വർഷത്തിനേക്കാൾ കൂടുതലും പ്രോഫിറ്റ് കൊയ്തു. So this statement is wrong. Net profit increase ആണ് ചെയ്തിരിക്കുന്നത്. From rupees 8,147.63 crore to rupees 9,457.80 crore. And the last one. The company is investing in green hydrogen and smart grid technology through its R&D initiatives. Correct ആണ് ആ ലാസ്റ്റില്. ട്രൂ ആൻഡ് ഫോൾസില് വലിയ പ്രശ്നമില്ല. കാരണം എന്ന് പറഞ്ഞാൽ അതേ സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും ചിലപ്പം ചെറിയ വല്ല മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ട് ട്രിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ചോദ്യമായിട്ട് ചോദിക്കുന്നത്. അപ്പൊ നിങ്ങൾ ഓരോ ലൈനും, അതാണ് ഞാൻ പറഞ്ഞത്, ഓരോ ലൈനും നമ്മൾ സത്യം പറഞ്ഞാൽ കീറി മുറിച്ച് തന്നെ വായിക്കണം. ഓക്കെ.